നിനക്ക് പോലീസ് വിളിച്ച് പറയാൻ വയ്യായിരുന്നു? പപ്പ എത്രയൊക്കെ എന്റെ ചിറ്റപ്പനല്ലേ, അങ്ങനൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? പപ്പ ഇതൊക്കെ പറയുമെങ്കിലും നീ പറഞ്ഞത് സത്യമാ മോളെ. അവന്റെ കെട്ടിയവൾ ആരാണെന്ന് അറിയോ നിനക്ക്? ആ ഹിമ കളക്ഷൻസിലെ ഡിസൈനർ ആൻസി. അതാണോ ചിറ്റപ്പന്റെ വൈഫ്? ആണോ? ഞാൻ FB കണ്ടിട്ടുണ്ട്. യൂണിക് ഡിസൈൻസ് ആണ് ആൻസീസിന്റെ. അവളുടെ ഡിസൈൻസിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അവളും അവളുടെ ഭർത്താവും കൂടിയാ ഇപ്പൊ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തിന്? നമ്മുടെ ഈ വീട് അവന്റെ ആണെന്നും പറഞ്ഞു. അതിനിത് നമ്മുടെ വീടല്ലേ? അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോളെ. പപ്പയ്ക്കുള്ള സ്വത്തെല്ലാം കൂടിയേ കള്ളക്കേസ് ഉണ്ടാക്കി കൈവശപ്പെടുത്തി സിനിമയെ കൊണ്ട് തൊലച്ചതാ അവൻ. അപ്പൊ ഋഷിക്ക് ഇതൊക്കെ അറിയാമോ? ഇല്ല, അറിയത്തില്ല. ഇതൊക്കെ മോള് ഋഷിയോട് പറഞ്ഞു മനസ്സിലാക്കണം. എന്നിട്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിടണം. സാറുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചാട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചാണോ? അതെ. വിളിക്ക്. പപ്പാ, പപ്പാ. ആരാ മോളെ? അറിയില്ല, പപ്പ കാണാനാ. കല്യാണ ലെറ്ററിന്റെ മോഡലുമായിട്ട് വന്നതാണോ? അല്ല, സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? പൊട്ടക്കുഴിന്നാ. കേറിയിരിക്കും. ഞാൻ ദേവത. എന്റെ ചേച്ചിയുടെ മോള് പ്രിയയ്ക്ക് ഋതുപിള്ള മാഡത്തിന്റെ തുണിക്കടയിലെ ജോലി. ആ മാഡത്തിന്റെ മോനുണ്ടല്ലോ, ആ താടിക്കാരൻ പയല്, അവൻ ഈ കൊച്ചിനെ കൊണ്ട് ഹോട്ടലിലും സിനിമയ്ക്കും ഒക്കെ പോകാറുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞതാ ഒന്നും ശരിയല്ലെന്ന്. അപ്പൊ അവള് പറഞ്ഞു, കുഞ്ഞമ്മ ചേട്ടൻ പാവാ, എന്നെയെ കെട്ടത്തുള്ളെന്ന്. ഞാനും അതങ്ങ് വിശ്വസിച്ചു. അവൻ എന്നെ വന്ന് കണ്ടും പറഞ്ഞു. ഇപ്പൊ അവള് കരഞ്ഞോണ്ട് നടക്കുവാ. ഋഷി വേറെ കെട്ടാൻ പോവാന്ന്. സാറിന്റെ മോളാ പെണ്ണെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോഴേ എന്റെ കൊച്ചിന് മാസം 3. എന്ത് ചെയ്യട്ടെ? ഋഷിയുടെ കാര്യമാണോ നിങ്ങളീ പറയുന്നേ? അത് തന്നെ. ഞാൻ അങ്ങോട്ട് വിളിക്കാടാ. മമ്മി, നീ മുകളിലോട്ട് പോ, ഞാൻ വരാം. മമ്മി പറയുന്ന കേക്ക്, മുകളിലോട്ട് പോ. കല്യാണം മുടക്കാൻ വന്നതാണല്ലേ? ഇവിടുന്ന് ഒരു 5 പൈസ കിട്ടത്തില്ല. പോകാൻ നോക്ക്. നിങ്ങളുടെ മോൾക്ക് വേറെ 100 പേരുമായിട്ട് ബന്ധം കാണും. അതാരുടേതാണെന്ന് പോയി അന്വേഷിക്ക. പണപ്പിരിവിന് ഇറങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശീലം കാണും, ഞങ്ങൾക്കില്ല. കുറച്ച് കാശിന് കുറവ് കാണും, പക്ഷെ കെട്ടിയോനൊന്നേ ഉള്ളൂ. എന്റെ കൊച്ചിനെ വഴിയാധാരമാക്കുവാണെങ്കിൽ അങ്ങോട്ട് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. സാറേ, ഇതൊക്കെ നാറ്റ കേസാ സാറേ, ഒതുക്കി വിടാൻ നോക്ക്. ശരിയെന്നാ. ഓക്കെ മോനെ, പല്ലവിയുടെ വീട്ടിൽ നിന്ന് 2-3 മിസ് കോൾ ഉണ്ട്. നീ വിളിക്കുന്നോ? ഇല്ല, മമ്മി ചോദിക്ക്. ഞാൻ ഡ്രൈവ് ചെയ്യാണെന്ന് പറഞ്ഞേക്ക്. അവള് ചുമ്മാ വിശേഷം പറയാൻ വേണ്ടി വിളിക്കുന്നതാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ ഒരു അങ്കിള് ഇവിടെ PTPയിലുണ്ടേ. അവിടെ ചെന്ന് വിളിച്ചില്ലെങ്കിൽ പരാതിയാ. അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓ, ഇപ്പൊ സിറ്റിയിലുണ്ടോ? ഉണ്ട്. മോനും കൂടെ ഉണ്ടോ? അവൻ ഡ്രൈവ് ചെയ്യാ. അപ്പൊ ഇവിടെ വരെ ഒന്ന് കേറിയിട്ട് പോ. ഞങ്ങളുടെ വീടൊന്ന് കണ്ടിരിക്കാമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എടാ മോനെ, അതുവഴി ചെല്ലാവോന്ന് ചോദിക്കുന്നേ. എന്താ പറഞ്ഞേ? ചെല്ലാന്ന് പറ മമ്മി. എന്നാൽ അതുവഴി വരാം. ശരി ശരി ശരി. മോളെന്തിയേ? ഉണ്ട്. ശരിയെന്നാ. ഓക്കെ. എന്താ പറഞ്ഞേ? ഇതുവഴി വരാന്ന് പറഞ്ഞു. അതെ, ആ സ്ത്രീ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും മോൾ അറിയരുത്. നീ വാവിട്ട് അതും നോക്ക പറയും. അതുകൊണ്ടാ. ഓ പിന്നെ.
എന്തു പറഞ്ഞു? സാറ് പറഞ്ഞതിന് അപ്പുറത്തുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീരുമാനം ഉടനെ ഉണ്ടായിക്കോളും. അങ്ങനെ അങ്ങ് നിന്ന് തരുന്നവരാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ ആ വക്കീല് ശ്രീയും ഭർത്താവും കൂടി തീരുമാനിച്ചോളും. നിങ്ങൾ മിണ്ടായിരുന്നാ മതി. ഹായ് ആന്റി. ആ മോളു, ഹായ് അങ്കിൾ. വാ വാ വാ. എന്തൊക്കെയുണ്ട്? നന്നായി പോകുന്നു. വാ ആന്റി. വാ മോള് മമ്മി. മെലിഞ്ഞു പോയല്ലോ. ഡയറ്റില ആന്റി. ആഹാ. ആൻസിയെ ഷോപ്പ് ഏൽപ്പിച്ചിട്ട് കല്യാണം എന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങും. ആൻസി എല്ലാം നോക്കിക്കോളും. അങ്ങനെ ഒരാളുള്ളത് നല്ലതാ. ഞായറാഴ്ച വരുമ്പോ എല്ലാരും കാണും. അന്നേരം ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കൊറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഫുഡ്, തീം, അക്കോമഡേഷൻ എല്ലാം ഇന്നത്തോടെ തീർക്കണം. അത് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കേ. ചിത്രേ, ആ വരും. അപ്പോ ആൻസിയും അനന്തനും നിങ്ങൾ റിലേറ്റീവ്സ് ആണോ? അതെനിക്കറിയില്ലായിരുന്നു. ആ, ആദിത്യൻ ചേട്ടന്റെ അനിയനും ഭാര്യയുവാ. ഈ അനന്തനാണെങ്കിൽ ഒരു യൂസ്ലെസ്സാ. ബെസ്റ്റ് ഫിലിമിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാ. ഇടയ്ക്ക് ഷോപ്പിൽ വരാറുണ്ട്. സിനിമയല്ലേ അവനെ തൊലച്ചത്. അവനെ ആൻസിയെയും പണ്ട് റെയ്ഡ് ചെയ്ത് പോലീസ് പിടിച്ചതാ. ഞങ്ങളുടെ മാനം പോയ കേസാ. അങ്ങനെയാ അവൻ ആൻസിയെ കെട്ടിയത് തന്നെ. ഇതൊക്കെ എന്ന് നടന്ന കാര്യങ്ങളാ? 10-18 വർഷം മുന്നെയാ. അതെ, നിങ്ങളുടെ ഷോപ്പില് ഒരു പ്രിയ എന്ന് പറഞ്ഞ സെയിൽസ് ഗേൾ ഇല്ലേ? ആ ഉണ്ട്. പ്രിയയുടെ ഒരു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇന്നിവിടെ വന്നിരുന്നു. ഒരു ക്രിമിനൽ. അവരിവിടെ വന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവരെന്തിനാ ഇവിടെ വന്നത്? അവര് വന്നതേ ഈ കല്യാണം നടത്തരുതെന്ന് പറയാനാ. ഈ കല്യാണം നടത്തരുതെന്നോ? അവരെന്തിനാ അങ്ങനെ പറയുന്നത്? ഈ സെയിൽസ് ഗേൾ പെണ്ണില്ലേ, ആ അവളെ ഋഷി കല്യാണം കഴിക്കണമെന്നും അവള് പ്രഗ്നന്റ് ആണെന്നും ഋഷിയാണ് അതിന് കാരണക്കാരനെന്നും. അവരെന്തൊക്കെയായി പറയുന്നേ? പതുക്കെ ഒന്ന് എന്റെ പതുക്കെ മോൻ പറ, കാരണം? പതുക്കെ പറ. ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞാ? പതുക്കെ. ഞാനത് വിശ്വസിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും അത് വിശ്വസിച്ചിട്ടില്ല. അവരിവിടെ വന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോ അതൊന്ന് അറിയിക്കണ്ടേ? അത്രേ ചെയ്തുള്ളൂ. ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ അവനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. നിക്ക്, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അവര് സന്തോഷമായിട്ടിരിക്കട്ടെ. അതെ, ഇപ്പൊ വേണ്ട എന്താന്നറിയോ? ആൻസിയെ വിളിച്ച് കാര്യം പറയുക. എന്നിട്ട് പിന്നെ ആ കുട്ടിയോട് സംസാരിക്കേ. അതാ വേണ്ടത്. മാഡം, ചായ എടുത്തു വെച്ചു. ദാ വരുന്നു. ഋതു, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓഫീസിലേക്ക് വരാൻ പറയാതെ മാഡം വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്തിനാ? പ്രിയയുടെ കാര്യം പറയാൻ വേണ്ടി. എനിക്കുറപ്പാ അനന്തു ഇതിനകത്ത് ഇടപെട്ട് വഷളാക്കണ്ടായിരുന്നു. ആദിത്യനും ചിത്രയും നിന്റെ അവിടുത്തെ ജോലി കളയാനായിട്ടാ ഈ കല്യാണം നടത്താൻ പോകുന്നത്. അപ്പൊ പിന്നെ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ആ സ്ത്രീ അനന്തുവാ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അറിയുമ്പോഴത്തേക്കും മാഡം എന്ത് വിചാരിക്കുന്ന? അവരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഞാനോ നീയോ ഒരു കള്ളവും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത് നിന്റെ MD മോനുവാ. അനന്തു എന്താ ഈ പറയണേ? ഞങ്ങളുടെ മാഡം സ്ട്രെയിറ്റാ. പിന്നെ ഞാനതങ്ങ് വിശ്വസിച്ചു. അനന്തു, ആ മാഡം ശരിക്കും പ്രോഫിറ്റ് കൂടി എടുക്കാതെ ബിസിനസ് ചെയ്യുന്നേ. സ്ത്രീ ശാക്തീകരണം ഇതൊക്കെ ചുമ്മാ നാടകമല്ലേ? നിങ്ങളെയൊക്കെ വെറുതെ വേഷം കെട്ടിക്കുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ രേഖയ്ക്ക് വീട് വെച്ച് കൊടുത്തതും ഷീബയുടെ കല്യാണം നടത്തിയതും ലീനയുടെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റ് പൈസ മുടക്കിയതും ഒക്കെ ഇതൊക്കെ അനന്തുവിനും അറിയാവുന്നതല്ലേ? നാട്ടുകാരുടെ കാര്യം വിട്, മോന്റെ കാര്യം വരുമല്ലേ, അതിൽ ആദർശം കാണിക്കട്ടെ. എടാ, എനിക്ക് അവരോട് കൃത്യമായ മറുപടി കൊടുക്കണം. നിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറ. മമ്മിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മമ്മി, ഈ കല്യാണം നടക്കരുത്, നമ്മുടെ കുടുംബം നശിക്കണം എന്നൊക്കെ ഉറപ്പിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവര് ചെയ്യുന്നത് അതൊക്കെ.
ആൻസിയും ഭർത്താവും കൂടെ കല്യാണം മുടക്കാനല്ലേ പല്ലവിയെ ജിമ്മിൽ പോയി കണ്ടത്. അപ്പോ അവർക്ക് വേറെ ഉദ്ദേശമാ. അതിനുശേഷമല്ലേ പ്രിയക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ കുഞ്ഞമ്മ ബന്ധുക്കൾ ഉണ്ടായത്. ഇങ്ങനൊരു ബന്ധമുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇത് നമ്മുടെ പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കേസാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്. പല്ലവിയോട് അവളുടെ അച്ഛനോടും പറ. അവരോട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. ഒന്നാമതേ കല്യാണത്തിന്റെ തീയതി ഇങ്ങടുത്ത് വരുവാ. വേണ്ട, പല്ലവി അറിയിക്കണ്ട. മമ്മി അങ്കിളിനോട് പറഞ്ഞ് എങ്ങനെങ്കിലും ഈ വിഷയം ഒന്ന് ഒതുക്കാൻ പറ. അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് ഒതുക്ക്. അങ്കിൾ വിചാരിച്ചാൽ നടക്കുമല്ലോ അത്. അങ്ങനെ പൈസ കൊടുത്തൊതുക്കാന്ന് പറഞ്ഞാ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമല്ലേ അത്? മമ്മി പൈസയിൽ ഒതുങ്ങും. അവരേറ്റു പറയും മമ്മി മനഃപൂർവ്വം ചെയ്തതാ, ആൻസിയും വീട്ടുകാരും ചെയ്യിപ്പിച്ചതാന്ന്. അത്രേ ഉള്ളൂ. പല്ലേ വിളിക്കുന്നുണ്ട്, ഞങ്ങളൊരു പർച്ചേസിന് പോവാൻ നിൽക്കുക. ഇപ്പൊ എങ്ങും പോണ്ട. ഞാൻ ആൻസിയെ വിളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമല്ലോ. ഇനി എത്ര പൈസ കൊടുത്താ ഇത് ഒതുങ്ങും? അത് അവര് ചോദിക്കുന്ന കൊടുക്കണം, അത്രേ ഉള്ളൂ. നീ ഇതുവരെ എത്ര കൊടുത്തു? 2-3 ലക്ഷം കൊടുത്താ അവരതും വാങ്ങി നാട് വിട്ട് പൊക്കോളൂ മമ്മി. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ പൈസ കൊടുക്കുന്നത്? പോലീസിനെ അറിയിക്കണം. ബാക്കി എല്ലാം അവര് നോക്കിക്കോളും. DNA ടെസ്റ്റ് വല്ലതും നടത്തണമെങ്കിൽ അതിനും പോണം. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പല്ലവിയെ ബോധ്യപ്പെടുത്താൻ അങ്ങറ്റം വരെ പോണം. അതേ ഉള്ളു വഴി. ഞാൻ ലീഗലി മൂവ് ചെയ്താ പോലീസ് കേസ് ആക്കിയാൽ എന്താ കുഴപ്പം? ഞാൻ അത് തന്നെ ചെയ്യാൻ പോവാ. ഞാൻ SP വിളിച്ചറിയിക്കാൻ പോവാ. വേണ്ട മമ്മി, ഇപ്പൊ ആരും വിളിക്കണ്ട. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ ചുമ്മാ പോലീസിനൊക്കെ വിളിച്ചു പിന്നെ അതിനെ പുറകെ നടക്കണം. മെനക്കേടും. സത്യം പറ. എന്റെ കണ്ണിലേക്ക് നോക്ക്. എടാ സത്യം പറയാൻ. എടാ സത്യം പറയാൻ. നീ ഇത് ചെയ്തിട്ടുണ്ടോ? എടാ നീയാണോ അത് ചെയ്തതെന്ന്? എടാ സത്യം പറയാൻ. നീയാണോ? എന്തെങ്കിലും ഒന്ന് പറ. നീയാണോന്ന്? ഏകദന്തം മഹാകായം തപ്തകഞ്ജനസന്നിമം നമോദരം ചാലം. വാ വാ വാ, കേറി വാ, കേറി വാ. വാ വാ, ഇരിക്ക്. ചേട്ടനെ ഷോപ്പിലേക്കൊന്നും കാണാറില്ലല്ലോ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ലേ? ഇവിടെ ഇരുന്നെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയല്ലേ. കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തതാ ഈ കൊല്ലം നടന്നത്. ഇപ്പൊ നടക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ്ങാ. എന്റെ സക്സസിന്റെ രഹസ്യം അഡ്വാൻസ് പ്ലാനിങ്ങാ. സിനിമയിൽ അത് വളരെ ആവശ്യമാണ്. കണക്കൂട്ടൽ പോലെ നമ്മുടെ കാര്യം നടക്കുന്നുണ്ടോ? അത് പാടാ. എന്നാ ഇതെങ്കിലും നടക്കട്ടെ. ഏകദന്തം മഹാകായം തപ്തകഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ആൻസി, അവന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയി. പല്ലവിയുടെ വീട്ടുകാരവിടെ കല്യാണത്തിന്റെ ഒരുക്കത്തിലാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മാഡം, നമുക്കവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയായ സ്ഥിതിക്ക് പ്രിയയുടെയും ഋഷിയുടെയും കല്യാണം നടത്തണം. അതേ ഉള്ളൂ ഒരു സൊല്യൂഷൻ. എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാകെ നാണക്കേടായി. മാഡം, ഇതൊരു പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നമല്ലേ? ആ പ്രിയ ആണെങ്കിൽ ചത്തുകളെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ എനിക്കും പറ്റില്ല. നീ ഇത് സോൾവ് ചെയ്തേ പറ്റൂ. മാഡം, ഇതിനൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി വിടണം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുമോ? അതും ഈ സമയത്ത്?
ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ കാര്യം ആദിത്യനും നിങ്ങളുടെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാ പ്രിയയുടെ വീട്ടുകാർ പറയുന്നത്. ചേടാ, ഈ പ്രിയയുടെ പ്രഗ്നൻസി ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് തമ്മിൽ എന്താ ബന്ധം? പ്രിയ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യവാ. അതിനുള്ള കാരണക്കാരൻ ഋഷിയാ. ഇത്രയായ സ്ഥിതിക്ക് അവരുടെ കല്യാണം അല്ലേ നടത്തേണ്ടത്? അതല്ലേ അതിന്റെ സൊല്യൂഷൻ? എന്റെ ആൻസി, ഞാൻ പ്രിയയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു, അവളുമായിട്ടും സംസാരിച്ചു. മാഡം പ്രിയയായിട്ട് സംസാരിച്ചു? ആ, സംസാരിച്ചു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയി എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. ഞാൻ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവരിവിടെ വന്നു? ആ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാ ആൻസി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അയ്യോ മാഡം, ഞാൻ അവരെ എന്ത് പറഞ്ഞു? എന്താണെന്ന് വെച്ചാ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടും. വാ മാഡം, വാ സംസാരിക്കും. ചെന്ന് സംസാരിക്കും. പ്രിയേ, എന്താ മോളിത്? നീ എല്ലാം സമ്മതിച്ചു കൊടുത്തോ? എനിക്കും ജീവിക്കണ്ടേ ചേച്ചി? അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞ് വഴിതെറ്റിക്കരുത്. അവക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. അതിനുള്ള കാശും എനിക്ക് തന്നു. പിന്നെ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച ആരുടേതാണെന്ന് ഇവക്കും അറിയാം, ഇപ്പൊ എനിക്കും അറിയാം. ഞങ്ങൾ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. ഒരു ഡോക്ടറെ കണ്ടുവച്ചിട്ടുണ്ട്. രാവിലെ അങ്ങ് പോകും. പ്രിയേ, നീ എല്ലാം സമ്മതിച്ചോ? മാനത്തേക്കാൾ വലുതാ ചേച്ചി പൈസ. ഒരുപാട് സ്വപ്നമൊന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എടീ, നീ വാടി കൊച്ചെ, നമുക്ക് ഇറങ്ങാം. വാ. പ്രിയേ, ദേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കല്യാണക്കുറിയൊന്നും വേണ്ട. ഒരാഴ്ച കഴിയുമ്പോ ഞാനിങ്ങ് വരും. സെറ്റ് ചെയ്യാനുള്ളത് അപ്പ ചെയ്തേക്കണം. വാടി കൊച്ചെ, വാ പോകാം. അനന്തുവാ, ഇറങ്ങാം. അവര് പൈസക്ക് വേണ്ടിട്ടാ അപ്പുറോ ഇപ്പുറോ നിൽക്കുന്ന സ്ത്രീയാ. അവര് അനന്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. ആ പെണ്ണിന് വയറ്റിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഇനി കള്ളമാണോ? എങ്കിൽ പിടിച്ച് പോലീസ് കൊടുക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അവളും തള്ളയും കുറച്ചുനാൾ അകത്ത് കിടന്നേനെ. ഞാൻ അന്വേഷിച്ചപ്പോഴേ അവരുടെ പേരില് ഇപ്പൊ 10ഓ 14ഓ കേസ് കോടതി കിടപ്പുണ്ട്. ആ കൊച്ചു പ്രഗ്നന്റ് ആണെന്നുള്ളത് സത്യ. അവൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നേ. ആ തള്ള തന്നെ എന്നോട് പറഞ്ഞതാ. ഇവിടുന്ന് വൈകുന്നേരം ഹോസ്റ്റലിലേക്കാണെന്നും പറഞ്ഞിറങ്ങിയ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം. ബൈക്കിലും കാറിലും കേറി പോകുന്നത് ഋഷി എന്നെ പലതവണ കണ്ടിട്ടുണ്ട്. അവളെ ആ തള്ളയും കൂടെ എന്റെ വീട്ടിൽ കൊണ്ടിരുത്തി ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ തത്ത പറയുന്ന പോലെയല്ലേ പറഞ്ഞത്. കാശ് കൊടുത്ത് ഒതുക്കിയത് നന്നായി. പക്ഷെ ഈ കേസൊന്നും ഇവിടം കൊണ്ട് ഒതുങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അതുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടുവെക്കണം ഇപ്പൊ തന്നെ. അതെന്തുവാ? കല്യാണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് അവളെ ആ തള്ളയും ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തി അങ്ങ് ഒതുക്കണം. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ആ, അത് ഞാൻ നോക്കിക്കോളാം. മിനിസ്റ്റർ നമ്മുടെ ആളല്ലേ. അപ്പൊ ഈ ആൻസി എവിടെന്ന് പറഞ്ഞുവിടെയല്ലേ? അല്ലാതെ പിന്നെ ഇനി ഈ സ്ഥാപനത്തിൽ അവളെ കേറ്റോ? മോൻ സമ്മതിക്കോ? പല്ലവി സമ്മതിക്കോ? അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. അവളെ ഇവിടെ നമുക്ക് വേണം. അനന്തകൃഷ്ണന്റെ ഭാര്യ ഇവിടെ ജോലിക്കാരിയായിട്ട് തന്നെ വേണം. എന്റെ മോളി കുടുംബത്തിൽ വന്ന് കയറുന്നത് വരെയെങ്കിലും അവൾ ഇവിടെ തന്നെ വേണം. അത് കഴിഞ്ഞ് പിള്ളേര് തീരുമാനിച്ചോളും അവൾക്കിവിടെ എന്ത് പൊസിഷൻ കൊടുക്കണമെന്ന്. വക്കീൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ആൻസി ഇവിടെ വേണമെന്നല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. അനന്തു, അതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒരുപാട് ക്ലയൻസ് ഉണ്ട് എനിക്ക്. ഓരോ ദിവസം കഴിയും തോറും ഓൺലൈനിലും ഫേസ്ബുക്കിലും ഒക്കെ ആൾക്കാരുടെ അന്വേഷണം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയാ? അത് സിമ്പിൾ അല്ലേ. ആൻസിസ് ഡിസൈൻസ് എന്ന പേരില് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, അക്കൗണ്ടും തുടങ്ങുന്നു. നിന്റെ ക്ലയൻസ് അതേപോലെ നിന്റെ അടുത്ത് വരുന്നു. പിന്നെ അവര് നോക്കിക്കോളും. നീ വെറുതെ നിന്നു കൊടുത്താ മതി. പക്ഷേ ഈ ഹിമ കളക്ഷൻസ് പെട്ടെന്ന് ഇങ്ങനെ മാറുന്നൊക്കെ പറയുമ്പോ ആൾക്കാർ അതിനെ പല രീതിയിൽ കാണില്ലേ അനന്തു? ഞാൻ ആ സ്ഥാപനമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലായോ അങ്ങനെയൊക്കെ? അതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ കൊടുക്ക? കറി വേണോണ്ടാ? ഒറ്റ മറുപടി തരും.
ആരെയും ഒഴിവാക്കാനോ ഉപദ്രവിക്കാനോ ഒറ്റ വാക്ക് പോലും വേണ്ട. സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നു. ശമ്പളക്കാരിയായി നീങ്ങാൻ ഇനി ബുദ്ധിമുട്ടുണ്ട്. ഇല്ല അതിലെല്ലാം ഉണ്ട്. എന്റെയാ, എനിക്ക് വേണം. എനിക്കിത് അമ്മ തന്നതാ. ഹിമ കളക്ഷൻസിനെ നമ്മളായിട്ട് ട്രാഷ് ചെയ്യുന്നില്ല. ഈ ചേട്ടനിവിടെ വഴക്കുണ്ടാക്കുന്നു. ചപ്പാത്തി തരുന്നില്ല. അല്ലു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മോളിങ്ങി വന്നേ. ആമിക്കമ്മ പഴം തരാം. ദാ, കൊണ്ടുവയ്ക്ക്. എടോ, നമുക്കൊരു ബ്യൂട്ടിക്ക് അങ്ങ് തുടങ്ങാന്നേ. പ്രിയ നമുക്ക് അവിടുത്തെ സ്റ്റാഫ് ആക്കാം. നീ അവളും കൂടി ചേർന്ന് ആ സ്ഥാപനം അങ്ങ് വളർത്ത്. അവർക്ക് കൊടുക്കാനുള്ള മറുപടി ഇതൊക്കെയാ. അത്രയേ ഉള്ളൂ. ഇത്രയും ഉറപ്പുള്ള വാക്ക് മതി എനിക്ക്. പക്ഷെ ആ കേസിന്റെ കാര്യം നമ്മൾ ഇനി വിട്ടുകളഞ്ഞൂടാ. വക്കീലിന് നാളെ കാണുന്നല്ലേ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് കോടതി കഴിഞ്ഞ് കാണാന്നാ പറഞ്ഞത്. ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞത്. ആ, കൊടുവള്ളിയാണല്ലോ. ആ, കൊടുവള്ളിയെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രൊഡ്യൂസ് അസോസിയേഷൻ സെക്രട്ടറി 1-2 ഇഷ്യൂസ് പറഞ്ഞിരുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാ. എന്താ സംഭവം എന്ന് അന്വേഷിച്ചേക്കണേ. എന്റെ അനന്ത, ഇനി ഒന്നും അന്വേഷിക്കാനില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന പോലെ അനന്തനെ അന്വേഷിച്ചു, അനന്തനെ കണ്ടെത്തി. ഒരു ബിഗ് പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറോ? സുധാകർജി. ആ, സുധാകർജിയോ? അയാള് വലിയ പ്രൊഡ്യൂസർ അല്ലേ? ഈ ഹിന്ദി പടങ്ങളൊക്കെ ചെയ്യുന്ന അത് വലിയ ബാനർ അല്ലേ? അതെ, അവർക്ക് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമെന്ന്. അനന്തന് ഇഷ്ടമുള്ള ഡയറക്ടറെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് കൈ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ ക്ലബിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടോ. ആ, അയക്കൂ. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം. ഓക്കെ 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 ശരി. എന്താ കൊടുവിളി പറഞ്ഞേ? നമ്മുടെ സമയം വന്നു ചേരുവെന്നാ തോന്നുന്നത്. ഹിമ കളക്ഷൻസിൽ നിന്ന് ഇറങ്ങുന്നു, പുതിയ പ്രോജക്റ്റ് വരുന്നു, കേസിനൊരു വഴിത്തിരിവുണ്ടാകുന്നു. അതെ, ഞാൻ ഈ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം കേട്ടല്ലോ. അന്നത്തെ പോലെ കുഴപ്പം വല്ലതും ആണോ? അല്ലടി, ഇത് ചാച്ചാജി പ്രൊഡക്ഷൻസിന്റെ നമ്മുടെ സുധാകർജിയുടെ. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. അറേഞ്ച്മെന്റ്സ് ഉണ്ട്.